ലോകം ഇന്ന് ശരിക്കും ഒരു അപകടകരമായ ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് റഷ്യയുടെ ഹൃദയഭാഗമായ മോസ്കോയിലേക്ക് യുക്രൈനിന്റെ കില്ലർ ഡ്രോണുകൾ ഇരച്ചു കയറുമ്പോൾ മറുവശത്ത് ഇറാനിന്റെ തീരങ്ങളിൽ അമേരിക്കൻ നാവികപ്പട യുദ്ധസജ്ജരായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള $500 ബില്യൺ അതീവ രഹസ്യമായ വെപ്പൺ ഡീല് പുറം ലോകം അറിയുന്നത്. ആയുധങ്ങളുടെ ഈ ബഹളത്തിനൊപ്പം തന്നെ അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളെ അസാധുവാക്കിയതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകളും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. യുദ്ധതന്ത്രങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും പുതിയ സഖ്യങ്ങളും ചേർന്നൊരുക്കുന്ന ഈ ആഗോള ചതുരംഗ കളിയിലെ ഏറ്റവും പുതിയ നീക്കങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ലോക. യുദ്ധം എന്നാൽ അതിർത്തിയിലെ വെടിയൊച്ചകൾ മാത്രമാണെന്ന് കരുതിയ കാലം കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് റഷ്യൻ തലസ്ഥാനം മോസ്കോയിൽ നിന്ന് വരുന്നത്. പുടിന്റെ ശക്തമായ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ച് യുക്രൈനിന്റെ കില്ലർ ഡ്രോണുകൾ മോസ്കോയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. വെറും ഒരു ഡ്രോൺ ആക്രമണമല്ല ഇത്. റഷ്യയുടെ അഭിമാനമായ 4 പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയാണ് ഇത് നിശ്ചലമാക്കിയത്. വൻ ശക്തിയായ റഷ്യ പോലും ശരിക്കും ഒന്ന് വിറച്ചുപോയ നിമിഷങ്ങൾ. എന്താണ് മോസ്കോയിൽ ശരിക്കും സംഭവിച്ചത്? യുദ്ധത്തിന്റെ ഗതി മാറുന്നത് എങ്ങനെയാണ്? പരിശോധിക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭീകരതയും പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതികളും വെളിപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മോസ്കോയിലെ 4 പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യം കേവലം ഒരു താൽക്കാലിക തടസ്സമായി കാണാൻ കഴിയില്ല. മറിച്ച് ദൂരെയുള്ള അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയ ഒരു യുദ്ധം എങ്ങനെയാണ് ഒരു വൻ ശക്തിയുടെ ഹൃദയഭാഗത്ത് തന്നെ കടന്നു കയറുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. ഷെറോമെറ്റീവോ, ഡോമോഡെഡോവോ, നുക്കോവോ, ഷുക്കോവ്സ്കി എന്നീ വിമാനത്താവളങ്ങൾ റഷ്യയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ നാഡീഞരമ്പുകളാണ്. അവ നിശ്ചലമാക്കുന്നത് ആഗോള വ്യോമയാന മേഖലയെ പോലും ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമായി മാറിയിരിക്കുന്നു. റഷ്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയായ റൊസാവിയാറ്റ്സിയ ഈ കടുത്ത തീരുമാനമെടുത്തത് യുക്രൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്നാണ്. വെറും 1 മണിക്കൂറിൽ 11-ലധികം ഡ്രോണുകളാണ് മോസ്കോയുടെ ആകാശത്തേക്ക് ഇരച്ചു കയറിയത്. റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം ഇവയെ വെടിവെച്ചിട്ടെങ്കിലും തകർന്നു വീഴുന്ന ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ റൺവേകളിലും വിമാനങ്ങളിലും വീഴാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വിമാനത്താവളങ്ങൾ ലോക്ക്ഡൌൺ ചെയ്തത്. വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുകയല്ലാതെ റഷ്യൻ അധികൃതർക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ യുദ്ധം കേവലം സൈനിക പോസ്റ്റുകളിൽ പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് ഡ്രോണുകളുടെ രൂപത്തിൽ നഗരവാസികളുടെ സ്വൈരജീവിതത്തെയും അന്താരാഷ്ട്ര ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് എയർപോർട്ടുകളിൽ കുടുങ്ങിയത്. പല വിമാനങ്ങളും വഴിതിരിച്ചു വിടേണ്ടി വന്നു. ഇത് റഷ്യൻ ടൂറിസത്തിനും ഇക്കണോമിക്കും ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഡ്രോൺ വാർഫെയർ ആണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകളല്ല, മറിച്ച് വളരെ ചീപ്പായ എന്നാൽ മാരകമായ ഡ്രോണുകളാണ് യുക്രൈൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരേ സമയം കൂട്ടമായി ആക്രമിക്കുന്ന സ്വാം ഡോൺ സാങ്കേതിക വിദ്യ ഏതൊരു വൻ ശക്തിക്കും വലിയ തലവേദനയാണ്. റഷ്യയെ പോലൊരു വൻ ശക്തിയുടെ സുരക്ഷാ കവചങ്ങളെ ഭേദിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിലേക്ക് തന്നെ ഡ്രോണുകൾ എത്തുമ്പോൾ അത് യുക്രൈനിന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക സാങ്കേതികതയുടെയും പോരാട്ട വീര്യത്തിന്റെയും അടയാളമായി മാറുന്നു. റഷ്യൻ സൈന്യം അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം വലിയ കൂട്ടമായി എത്തുന്ന ഡ്രോണുകളെ പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നത് ഏതൊരു സൈന്യത്തിനും വെല്ലുവിളി തന്നെയാണ്. ഓരോ ഡ്രോണും തകർക്കപ്പെടുമ്പോഴും നഗരമധ്യത്തിൽ അവ വീഴാനുള്ള സാധ്യത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കി. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ വശങ്ങൾ നോക്കുമ്പോൾ യുക്രൈൻ അതിന്റെ യുദ്ധമുറയിൽ വരുത്തിയ മാറ്റം വ്യക്തമാണ്. റഷ്യയുടെ ഉള്ളിലുള്ള ഊർജ്ജ നിലയങ്ങൾ, സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കുന്നതിലൂടെ റഷ്യൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എത്തിക്കാൻ യുക്രൈൻ ശ്രമിക്കുന്നു. ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു സൈക്കോളജിക്കൽ വാർ തന്ത്രമുണ്ട്. അതിർത്തിയിൽ മാത്രം നടന്നിരുന്ന യുദ്ധം ഇപ്പോൾ റഷ്യൻ ജനതയുടെ വീടിന് മുകളിൽ എത്തിയിരിക്കുന്നു. ഇത് റഷ്യൻ പൗരന്മാർക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന് ചുരുക്കം. എന്നാൽ ഇതിന് റഷ്യ നൽകുന്ന മറുപടിയും ഒട്ടും കുറവല്ല. മോസ്കോയിലെ വിമാനത്താവളങ്ങൾ അടച്ച അതേ ദിവസം തന്നെ യുക്രൈനിലെ കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ റഷ്യ വ്യാപകമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കപ്പെട്ടതോടെ യുക്രൈനിലെ സാധാരണ ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറിക്കഴിഞ്ഞു. മോസ്കോ മേയർ സെർജി സോബിയാനൻ പറയുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം കൺട്രോളിലാണ് എന്നാണ്. എങ്കിലും പുടിന്റെ മൂക്കിന് താഴെ ഇത്തരം ഒരു ആക്രമണം നടന്നു എന്നത് റഷ്യയ്ക്ക് വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് തന്നെയാണ്. യുക്രൈൻ നൽകുന്ന മെസ്സേജ് വ്യക്തമാണ്: നിങ്ങൾ ഞങ്ങളുടെ നഗരങ്ങളെ തകർക്കുമ്പോൾ നിങ്ങളുടെ തലസ്ഥാനവും സുരക്ഷിതമല്ല.
വിമാനത്താവളങ്ങൾ അടച്ചിടുന്നത് മൂലം ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിയത്. റഷ്യയിലേക്ക് വരാനിരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വന്നു. ഇത് റഷ്യയുടെ വ്യോമയാന മേഖലയ്ക്കും ടൂറിസം രംഗത്തിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. ഇത്തരം പ്രതിരോധ നടപടികൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം വിമാനത്താവളങ്ങൾ ഒരേ സമയം അടച്ചിടുന്നത് യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നതിന്റെ ലക്ഷണം തന്നെയാണ്. അതുപോലെ ആഗോള വിപണിയിൽ എണ്ണവിലയിലും മറ്റും ഇത്തരം സംഘർഷങ്ങൾ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഈ സാഹചര്യം ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുകയാണ്. റഷ്യയുടെ ആക്രമണങ്ങൾ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ ആധുനികമായ ആയുധങ്ങളും റഷ്യക്കെതിരെ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങളും വേണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഞങ്ങൾക്ക് കൂടുതൽ ഡിഫൻസ് സിസ്റ്റം വേണം, ലോങ് റേഞ്ച് മിസൈലുകൾ വേണം എന്നതാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. എന്നാൽ ഇതിന് റഷ്യ നൽകുന്ന മറുപടി കീവ് പോലുള്ള യുക്രൈൻ നഗരങ്ങളിൽ മിസൈൽ മഴ പെയ്യിച്ചുകൊണ്ടാണ്. റഷ്യയുടെ ഊർജ്ജ നിലയങ്ങൾ തകർക്കാൻ യുക്രൈൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് യുക്രൈനെ ഇരുട്ടിലാക്കാൻ റഷ്യയും ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ വാശിയിൽ നരകിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന ഡ്രോൺ സാങ്കേതികവിദ്യയും ഇന്റലിജൻസ് വിവരങ്ങളും ഈ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇത് യുദ്ധം കൂടുതൽ നീണ്ടുപോകാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും മാത്രമേ കാരണമാകൂ എന്ന് റഷ്യയും വാദിക്കുന്നു. ഇരുപക്ഷവും ഒരേപോലെ ഡ്രോണുകളെയും മിസൈലുകളെയും ആശ്രയിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിന്റെ ഇരകളാകുന്നത്. യഥാർത്ഥത്തിൽ ഡ്രോണുകളുടെ കടന്നുകയറ്റം ഒരു സാങ്കേതിക വിപ്ലവം കൂടിയാണ്. യുദ്ധകളത്തിലെ ദൂരവും അതിരുകളും ഈ കുഞ്ഞു വിമാനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. റഷ്യൻ മണ്ണിലേക്ക് ഡ്രോണുകൾ അയക്കുന്നതിലൂടെ യുക്രൈൻ ലക്ഷ്യം വെക്കുന്നത് കേവലം ഭൗതികമായ തകർച്ച മാത്രമല്ല, മറിച്ച് വൻ ശക്തിയായ റഷ്യയ്ക്ക് സ്വന്തം തലസ്ഥാനത്തെ പോലും പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയില്ലെന്ന സന്ദേശം ലോകത്തിന് നൽകുക കൂടിയാണ്. ഇത് റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എങ്കിലും റഷ്യൻ അധികൃതർ പറയുന്നത് ഈ നിയന്ത്രണങ്ങൾ താൽക്കാലികമാണെന്നും വ്യോമയാന സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ സജ്ജരാണ് എന്നുമാണ്. ഈ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനും വിമാനയാത്രകൾ തടസ്സപ്പെടാനും ഇത് കാരണമാകുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങൾ എത്രത്തോളം അൺപ്രെഡിക്റ്റബിൾ ആണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സാങ്കേതികവിദ്യ വളരുമ്പോൾ നാശത്തിന്റെ തീവ്രതയും കൂടുകയാണ്. മോസ്കോയിലെ ആകാശം ഇന്ന് പുകമറയിലാണെങ്കിൽ അത് നാളെ ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയേക്കാം. ഈ സംഘർഷം അവസാനമില്ലാതെ നീളുന്നത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു കാലത്ത് യുദ്ധങ്ങൾ അതിർത്തികളിൽ അവസാനിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെയും ആളില്ലാ വിമാനങ്ങളുടെയും സഹായത്തോടെ ശത്രുവിന് എവിടെയിരുന്നും ആരെയും ആക്രമിക്കാമെന്ന അവസ്ഥ വന്നിരിക്കുന്നു. മോസ്കോയിലെ വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വന്നത് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അകന്നു നിൽക്കുമ്പോൾ ആകാശത്ത് നിഴലിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ മനുഷ്യരാശിയുടെ തന്നെ സ്വൈര ജീവിതത്തിന് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന പഴയ പാഠം ലോക നേതാക്കൾ എന്നാണ് പഠിക്കുക? മോസ്കോയിലെ ഈ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പോരാട്ടങ്ങളിലേക്ക് വഴിമാറുമോ, അതോ സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പശ്ചിമേഷ്യയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങാൻ പോവുകയാണോ? ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മറുഭാഗത്ത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന ഇറാനും തമ്മിലുള്ള കൊമ്പുകോർക്കൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അർമാഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിശക്തമായ നാവികപ്പട പേർഷ്യൻ കടലിടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് ആർ ഫോർഡും ഒരുമിച്ച് നിലയുറപ്പിക്കുമ്പോൾ അത് കേവലം ഒരു പവർ ഷോ മാത്രമല്ല എന്നുറപ്പ് കൃത്യമായൊരു ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും വലിയൊരു ഭീഷണിക്ക് മുന്നിലും കുലുങ്ങാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെയും അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിരോധ തന്ത്രങ്ങളുടെയും ആഴങ്ങളിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. പരിശോധിക്കാം. വാർത്തകൾ ശരിയാണെങ്കിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക ഇത്രയും വലിയൊരു സൈനിക വിന്യാസം പശ്ചിമേഷ്യയിൽ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. USS എബ്രഹാം ലിങ്കൺ നേരത്തെ തന്നെ അറബിക്കടലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഏറ്റവും പുതിയ സൂപ്പർ കാരിയറായ USS ജെറാൾഡ് ആർ ഫോർഡ് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനൊപ്പം F-35, F-22 തുടങ്ങിയ സ്റ്റെൽത്ത് പോർ വിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനവും ഇതിനിടയിൽ നടന്ന പരാജയപ്പെട്ട ജനീവ ചർച്ചകളും വിരൽ ചൂണ്ടുന്നത് ഒരു സൈനിക നടപടിയിലേക്കാണ്. കഴിഞ്ഞ വർഷം യുക്രൈൻ യുദ്ധത്തിൽ ഇസ്രായേലുമായി നടത്തിയ 12 ദിവസത്തെ പോരാട്ടത്തിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അത് മുതലെടുത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ എന്നേക്കുമായി തകർക്കുക എന്നതാണ് വാഷിംഗ്ടണിന്റെ ലേറ്റസ്റ്റ് പ്ലാൻ. അമേരിക്കൻ സൈന്യം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നത് നയതന്ത്രപരമായ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സാധാരണഗതിയിൽ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും രാജ്യങ്ങളെ മെരുക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഇപ്പോൾ നേരിട്ടുള്ള സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നത് ഇറാന്റെ പിടിവാശി കാരണമാണെന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നു.
വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ അത്യാധുനിക പോർ വിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ എത്തുമ്പോൾ ഏത് നിമിഷവും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുക എന്നത് ഒരു ചർച്ചയല്ല, മറിച്ച് നിരുപാധികമായ കീഴടങ്ങലാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധി കുറയ്ക്കുക, പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുക തുടങ്ങിയ അമേരിക്കൻ ആവശ്യങ്ങൾ ഇറാന്റെ സുരക്ഷാ അടിത്തറയെ തന്നെ തകർക്കുന്നവയാണ്. ഇറാൻ കെട്ടിപ്പടുത്തിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്. തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് ലെബനനിലും സിറിയയിലും യമനിലും ഇറാഖിലുമുള്ള സായുധ ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിലൂടെ യുദ്ധത്തെ സ്വന്തം മണ്ണിൽ നിന്ന് അകറ്റി നിർത്താൻ തെഹ്റാന് സാധിക്കുന്നു. ഇസ്രായേലിനും അമേരിക്കൻ താൽപര്യങ്ങൾക്കുമെതിരെ ഒരു സമ്മർദ്ദ ശക്തിയായി ഈ ഗ്രൂപ്പുകളെ നിലനിർത്തുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പഴയകാല വിമാനങ്ങൾ മാത്രമുള്ള തങ്ങളുടെ വ്യോമസേനയുടെ പോരായ്മ പരിഹരിക്കാനാണ് ഇറാൻ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. മിസൈലുകൾ ഉപേക്ഷിക്കുക എന്നാൽ ശത്രുക്കൾക്ക് മുന്നിൽ പൂർണ്ണമായും നിരായുധരാകുക എന്നതാണ് ഇറാന്റെ പക്ഷം. സദാം ഹുസൈന്റെ കാലത്ത് ഇറാഖുമായി ഉണ്ടായ 8 വർഷം നീണ്ട യുദ്ധത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ ഇറാന്റെ സൈനിക നേതൃത്വത്തെ എപ്പോഴും ജാഗരൂകരാക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായാണ്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നതിലൂടെ ആവശ്യമെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആണവായുധം നിർമ്മിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഇതൊരു പ്രതിരോധ കവചമായിട്ടാണ് അവർ കരുതുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വിലപേശാനുള്ള ഏറ്റവും വലിയ കരുത്തും ഇത് തന്നെയാണ്. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ ലിബിയയിലെ ഗദാഫിക്കോ ഇറാഖിലെ സദാമിനോ ഉണ്ടായ വിധി തങ്ങൾക്കും ഉണ്ടായേക്കാമെന്ന് ഇറാൻ ഭരണകൂടം ഭയപ്പെടുന്നു. അതിനാൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ആണവ സാങ്കേതിക വിദ്യയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തയ്യാറല്ല. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ആഭ്യന്തരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. രാജ്യത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം പുകയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് ഭരണകൂടത്തിന്റെ കരുത്ത് ചോർന്നു പോകാൻ കാരണമാകും. ശത്രുവിനെതിരെ പോരാടുന്ന വീരനായക പരിവേഷം നിലനിർത്തേണ്ടത് ഭരണകൂടത്തിന് അത്യാവശ്യമാണ്. അതേസമയം അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഇറാനിലെ ഉന്നത നേതൃത്വത്തിന് ഭീഷണിയായാൽ അത് രാജ്യത്തെ വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. നിലവിൽ ഖമേനിക്ക് ശേഷമുള്ള അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയമായതിനാൽ ഒരു പുറം ആക്രമണം ഇറാന്റെ ഭരണ സംവിധാനത്തെ ആകെ തകിടമറിച്ചേക്കാം. ഈ അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ ഭേദം ഒരു പരിമിതമായ യുദ്ധമാണെന്ന് തെഹ്റാൻ ചിന്തിക്കുന്നു. യുദ്ധം എന്നത് കടലാസിലെ കണക്കുകൾ പോലെ അത്ര സിമ്പിൾ അല്ല എന്ന് അമേരിക്കയ്ക്കും അറിയാം. ഇറാനെതിരെ ഒരു നീക്കം നടത്തിയാൽ അത് മേഖലയിലാകെ പടരാൻ സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതകൾ തടസ്സപ്പെടുത്തിയാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും. കൂടാതെ ഇറാനിലെ ഭരണകൂടം തകർന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അധികാര ശൂന്യത ഐസിസ് പോലുള്ള കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാൻ അവസരമൊരുക്കും. ഇസ്രായേലുമായി അടുത്തിടെ നടന്ന 12 ദിവസത്തെ സംഘർഷം ഇറാന്റെ സൈനിക വിന്യാസത്തിലെ ചില വിള്ളലുകൾ പുറത്തു കൊണ്ടുവന്നെങ്കിലും അവർക്ക് എത്രത്തോളം പ്രത്യാക്രമണം നടത്താൻ കഴിയുമെന്ന പാഠം അമേരിക്കയ്ക്കും നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും നിയന്ത്രിക്കാനാകാത്ത വലിയൊരു വിനാശത്തിന് കാരണമായേക്കാം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വഴികളെല്ലാം ദുഷ്കരമാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇറാന്റെ ദശകങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ അന്ത്യമായിരിക്കും. എന്നാൽ ഈ വെല്ലുവിളി തുടരുന്നത് രാജ്യത്തെ യുദ്ധത്തിലേക്കും വലിയ നാശത്തിലേക്കും നയിച്ചേക്കാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സൈനിക ഏറ്റുമുട്ടലിനെയാണ് ഇറാൻ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നു. ലോകം ആകാംക്ഷയോടെയും ആശങ്കയോടെയും നോക്കിക്കാണുന്ന ഈ പോരാട്ടം വെറുതെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു വലിയ വഴിത്തിരിവാണ്. ഇനി ഈ പോരാട്ടത്തിൽ ഇപ്പോൾ റഷ്യയും ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. മോസ്കോയും തെഹ്റാനും തമ്മിലുള്ള സൈനിക സഹകരണം അമേരിക്കയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. റഷ്യൻ നിർമ്മിത MiG-29 യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇറാന് ലഭിച്ചു കഴിഞ്ഞു. അടുത്തിടെ ഇറാനും റഷ്യയും സംയുക്തമായി നാവികാഭ്യാസം നടത്തിയത് അമേരിക്കയ്ക്കുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. പ്രസിഡന്റ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന സമയം വെറും 10 മുതൽ 15 ദിവസം മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ ഒരു ഡീൽ ഉണ്ടായില്ല എങ്കിൽ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ, അപകടകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നത് ലോക സമാധാനത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇന്ത്യയും ബാധിക്കുമോ? തീർച്ചയായും. ആഗോള വിപണിയിൽ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ ഇത് കാരണമാകും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കിലൂടെയാണ്. ഒരു ചെറിയ മിസൈൽ അറ്റാക്ക് പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും. ഇതിനോടകം തന്നെ പല പ്രമുഖ വിമാന കമ്പനികളും ഇറാൻ ആകാശത്തിലൂടെയുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ മിസൈൽ പദ്ധതികൾക്ക് അല്പമെങ്കിലും അയവ് വരുത്തുമോ? അതോ അമേരിക്ക വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമോ?
പശ്ചിമേഷ്യയിലെ ഈ അധികാര വടംവലിയിൽ സാധാരണ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്നതാണ് ഏക സത്യം. സമാധാന ചർച്ചകൾ ഇനിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എങ്കിലും ഇരുപക്ഷവും ഒരു അടി പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ലോകം വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന അതീവ രഹസ്യമായൊരു വാർത്തയാണ് ഇനി. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയും ഇറാനും ഒരു മെഗാ ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം $589 മില്യൺ, അതായത് ഏകദേശം 500 മില്യൺ യൂറോയുടെ വമ്പൻ ആയുധ ഇടപാട്. മോസ്കോയിലെ അടച്ചിട്ട മുറികളിൽ വെച്ച് നടന്ന ഈ ചർച്ചകളുടെ വിവരങ്ങൾ ഇപ്പോൾ ചോർന്നിരിക്കുകയാണ്. വെറും ഒരു കച്ചവടമല്ല ഇത്. പശ്ചിമേഷ്യയിലെ സൈനിക ബാലൻസ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നീക്കമാണ്. എന്താണ് ഈ കരാറിന് പിന്നിൽ? ഏതാണ് ആ വിനാശകാരിയായ മിസൈൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലോകരാഷ്ട്രീയം പുതിയ യുദ്ധതന്ത്രങ്ങളിലേക്കും അപ്രതീക്ഷിതമായ കൂട്ടുകെട്ടിലേക്കും വഴിമാറുന്നതിന്റെ കൃത്യമായ സൂചന നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോസ്കോയിൽ വെച്ച് റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച $589 മില്യൺ അതിരഹസ്യമായ ആയുധ ഇടപാട് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ തോൾപടക്ക മിസൈലുകളിലൊന്നായ വെർബ വിക്ഷേപണ സംവിധാനങ്ങളും 9M336 മിസൈലുകളും കൈമാറാനുള്ള ഈ കരാർ ഉപരോധങ്ങൾക്കിടയിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് വ്യക്തമാക്കുന്നു. റഷ്യൻ ഔദ്യോഗിക ആയുധ കയറ്റുമതി ഏജൻസിയായ റോസോബോറോൺ എക്സ്പോർട്സും ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവും തമ്മിൽ നടന്ന ഈ ചർച്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. എന്താണ് 9M336 മിസൈലുകൾ? എന്തുകൊണ്ടാണ് ഈ 9M336 മിസൈലുകളെ ലോകം ഇത്ര ഭയക്കുന്നത്? ഇതൊരു സാധാരണ മിസൈലല്ല. റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകളിൽ ഒന്നായ 9M336നെ മാൻ പാഡ്സ് അഥവാ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതായത് ഒരു സൈനികന് തന്റെ തോളിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഇത് തൊടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിനെ സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മൾട്ടി സ്പെക്ട്രൽ ഒപ്റ്റിക്കൽ സീക്കർ സംവിധാനമാണ്. 3 വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യസ്ഥാനത്തുള്ള വിമാനത്തിൽ നിന്നോ ഹെലികോപ്റ്ററിൽ നിന്നോ വരുന്ന താപത്തെ തിരിച്ചറിയാൻ ഇതിന് അസാമാന്യമായ ശേഷിയുണ്ട്. സാധാരണഗതിയിൽ മിസൈലുകളെ വഴിതിരിച്ചുവിടാൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലെയർസ്, ഈ ഫ്ലെയറുകൾ പോലുള്ള പ്രതിരോധ തന്ത്രങ്ങളെ എളുപ്പത്തിൽ കബളിപ്പിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ എന്നിവയെ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ചാരമാക്കും. ഏത് കാലാവസ്ഥയിലും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. ഇനി ഈ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ വഴക്കമാണ്. കരയിൽ നിന്ന് മാത്രമല്ല, കടലിലെ കപ്പലുകളിൽ നിന്നും വായുവിലെ വിമാനങ്ങളിൽ നിന്നും ഇത് തൊടുക്കാൻ സാധിക്കും. 500 വെർബ വിക്ഷേപണ യൂണിറ്റുകളും 2500 9M336 മിസൈലുകളുമാണ് കരാർ പ്രകാരം ഇറാനിലേക്ക് എത്തുക. 2027 മുതൽ 2009 വരെയുള്ള 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇവ കൈമാറുന്നത്. ഒരു സൈനികന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ആയുധമായതുകൊണ്ട് തന്നെ ഗറില്ല യുദ്ധമുറകളിലും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധത്തിലും ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആധുനിക യുദ്ധക്കളങ്ങളിൽ റേഡാറുകളുടെ കണ്ണിൽപ്പെടാതെ നീങ്ങുന്ന ഡ്രോണുകളെ നേരിടാൻ ഇത്തരം സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ആയുധ ഇടപാടിന് പിന്നിൽ കേവലം സൈനികമായ ആവശ്യങ്ങൾ മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ നേരിട്ട സൈനിക വെല്ലുവിളികൾ ഇതിന് ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ നീക്കങ്ങൾ തെഹ്റാനെ കൂടുതൽ ജാഗരൂകരാക്കി. ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന ആക്രമിച്ചതായും അത് അവരുടെ ആണവ പദ്ധതികളെ പിന്നോട്ടടിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ തങ്ങൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നു എന്നാണ് ഇറാന്റെ വാദം. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വന്തം വ്യോമാതിർത്തി സംരക്ഷിക്കാൻ റഷ്യൻ നിർമ്മിത മിസൈലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് ഇറാൻ മനസ്സിലാക്കിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരിയായി ഒരു നയതന്ത്ര വിജയമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യക്ക് ഇറാന്റെ പിന്തുണ ആവശ്യമാണ്. റഷ്യയുടെ നാവികസേന ഇറാന്റെ സഹകരണത്തോടെ ഒമാൻ ഉൾക്കടലിൽ നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം കാണിക്കുന്നു. ഒരു പ്രതിരോധ കരാർ ഔദ്യോഗികമായി നിലവിലില്ല എങ്കിലും ആപത്ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കുമെന്ന സന്ദേശമാണ് മോസ്കോയും തെഹ്റാനും ലോകത്തിന് നൽകുന്നത്. യുക്രൈൻ യുദ്ധത്തിനിടയിൽ അവർക്ക് ലഭിക്കുന്ന റഷ്യയ്ക്ക് ലഭിക്കുന്ന വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പറയുന്ന $589 മില്യൺ എന്ന് പറയുന്നത്. ഈ കരാർ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു ആശ്വാസമാണ്. ഈ ആയുധ ഇടപാട് പശ്ചിമേഷ്യയിലെ പവർ ബാലൻസിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ പക്കൽ ഇത്രയധികം അത്യാധുനിക മിസൈലുകൾ എത്തുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമസേനകൾക്ക് വലിയ ഭീഷണിയാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യത്തിനും 9M336 മിസൈലുകൾ വലിയൊരു തടസ്സമായി മാറും.
മിസൈൽ സാങ്കേതികവിദ്യയിൽ റഷ്യയ്ക്ക് പിന്നാലെ ഇറാനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റും. ഡ്രോണുകളും റോക്കറ്റുകളും വ്യാപകമായി ഉപയോഗിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ ആയുധങ്ങൾ കൈവശമുള്ളത് ഇറാന് വലിയൊരു മേൽക്കൈയും നൽകും. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ചോർന്ന രേഖകൾ പ്രകാരം ഈ കരാർ അതീവ രഹസ്യമായി സൂക്ഷിക്കാനായിരുന്നു ഇരു രാജ്യങ്ങളും ശ്രമിച്ചത്. 2024 ജൂലൈയിൽ ഇറാൻ നൽകിയ പ്രത്യേക അപേക്ഷയിലാണ് ഈ ഇടപാടിന്റെ തുടക്കം ശരിക്കും. യുദ്ധത്തിന്റെ കരിനിഴൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ്. 2027 ആദ്യഘട്ട വിതരണം തുടങ്ങുമ്പോൾ അത് ആഗോള ആയുധ വിപണിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടമല്ല, മറിച്ച് മാറുന്ന ലോക രാഷ്ട്രീയത്തിന്റെ പുതിയ ചേരിതിരിവാണ്. ഇനി ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇറാൻ ഇത്തരത്തിൽ ആയുധങ്ങൾ കുന്നുകൂട്ടിയാൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേലിന്റെ ആകാശ ആധിപത്യത്തിന് ഈ മിസൈലുകൾ വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ പക്കൽ ഇത്രയധികം മിസൈലുകൾ എത്തുന്നതോടെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ തീവ്രത നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഒരു ചെറിയ പിഴവ് മതിയാകും ലോകത്തെ വലിയൊരു വിപത്തിലേക്ക് തള്ളിവിടാൻ. ഭാവിയിൽ ഇത്തരം ആയുധ ഇടപാടുകൾ ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നത് നാം ഉറ്റുനോക്കേണ്ട കാര്യമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തളച്ചിടാൻ കഴിയില്ലെന്നും പകരം അവ പുതിയ സഖ്യങ്ങളിലേക്ക് വഴി തുറക്കുമെന്നും ഈ റഷ്യ ഇറാൻ കരാർ തെളിയിക്കുന്നു. സാങ്കേതികവിദ്യയുടെയും സൈനിക ശക്തിയുടെയും ഈ സംയോജനം വരും ദശകങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിളിക്കുന്ന ഈ സഖ്യം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. 2027 ഈ മിസൈലുകൾ ഇറാന്റെ കൈകളിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ ചതുരംഗ കളിയിൽ ആര് ജയിക്കുമെന്നത് കണ്ടറിയണം. ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇനി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന വാശിക്കേറ്റ കനത്ത പ്രഹരത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വന്തം രാജ്യത്തെ സുപ്രീം കോടതി തന്നെ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് അടിച്ചേൽപ്പിച്ച വമ്പൻ താരിഫുകൾക്ക് നിയമപരമായ അടിത്തറയില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. ഇതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി ഒപ്പിടാനിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര കരാറുകൾ ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ്. എന്താണ് ഈ നിയമയുദ്ധം? ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കും നോക്കാം. അമേരിക്കൻ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ 9-ൽ 6 ജഡ്ജിമാരും ട്രംപിന്റെ താരിഫുകൾക്ക് എതിരായിരുന്നു. ഈ ഒരു ഭൂരിപക്ഷ വിധി ശരിക്കും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് IEEPA ദുരുപയോഗം ചെയ്താണ് ട്രംപ് നികുതികൾ വർദ്ധിപ്പിച്ചത് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഈ നിയമം അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ ഉള്ളതാണ്, അല്ലാതെ തോന്നും പടി നികുതി കൂട്ടാനുള്ള ലൈസൻസ് അല്ല എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഈ വിധി വന്നതോടെ ഏകദേശം $240 ബില്യൺ തുക നികുതിയായി നൽകിയ കമ്പനികൾക്ക് അത് തിരികെ നൽകേണ്ടി വരും. അമേരിക്കൻ ഖജനാവിന് ഇത് വലിയൊരു ബാധ്യതയാകുമെന്നതിൽ സംശയമില്ല. കോടതി വിധി വന്നാൽ ട്രംപ് അടങ്ങുമെന്ന് കരുതരുത്. വിധി വന്നതിന് പിന്നാലെ പഴയ നികുതികൾക്ക് പകരമായി മറ്റൊരു നിയമം ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങൾക്കും മേൽ 10%, പിന്നീട് അത് 15% വർദ്ധിപ്പിച്ചുകൊണ്ട് ട്രംപ് പുതിയ പ്രഖ്യാപനം നടത്തി. ഇത് ശരിക്കും തീയിൽ നിന്ന് കനലിലേക്ക് വീണ അവസ്ഥയാണ്. ഒരു വശത്ത് കോടതി വിധിയിലൂടെ പഴയ കരാറുകൾ അസാധുവാകുന്നു, മറുവശത്ത് പുതിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഈ അനിശ്ചിതത്വം കാരണം ലോകരാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇന്ത്യയുടെ നിലപാടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ഒരു വലിയ വ്യാപാര കരാറിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും. എന്നാൽ ഈ സുപ്രീം കോടതി വിധി വന്നതോടെ ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് പോകാനിരുന്ന ഇന്ത്യൻ പ്രതിനിധിയുടെ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി. കൃത്യമായ നിയമപരമായ ഉറപ്പില്ലാതെ ഒരു കരാറിലും ഒപ്പിടാൻ ഇന്ത്യ തയ്യാറല്ല എന്ന ശക്തമായ സന്ദേശമാണിത്. താരിഫുകളുടെ കാര്യത്തിൽ അമേരിക്കയിൽ ഓരോ ദിവസവും നിയമങ്ങൾ മാറിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കയറ്റുമതിക്കാരെയും അതുപോലെ വ്യാപാരികളെയും അത് ദോഷകരമായി തന്നെ ബാധിക്കും. ഇന്ത്യയെ പോലെ തന്നെ മലേഷ്യയും ഇന്തോനേഷ്യയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ അമേരിക്കയുടെ മുഖം തിരിക്കുകയാണ്. മലേഷ്യൻ വ്യാപാര മന്ത്രി ജോഹാരി അബ്ദുൽ ഗനി വ്യക്തമാക്കിയത് അമേരിക്കയിലെ ഈ നിയമക്കുരുക്കുകൾ മാറാതെ തങ്ങൾ കരാറുകളിൽ ഒപ്പിടില്ല എന്നാണ്. യൂറോപ്യൻ യൂണിയൻ ആകട്ടെ തങ്ങളുടെ വ്യാപാര തന്ത്രങ്ങൾ മാറ്റാനായി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ട്രസ്റ്റ്, വിശ്വാസ്യതയാണ് ഏതൊരു ബിസിനസ് ബന്ധത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയവും നിയമ സംവിധാനവും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം ആ വിശ്വാസ്യതയ്ക്ക് വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. വലിയൊരു വീട് പണിയാൻ കരാർ ഒപ്പിട്ട് പകുതി വഴിയിൽ ഉടമസ്ഥൻ നിയമം മാറ്റിയാൽ കരാറുകാരൻ എന്തു ചെയ്യും? അത് തന്നെയാണ് ഇപ്പോൾ ആഗോള വ്യാപാര രംഗത്ത് സംഭവിക്കുന്നത്. അമേരിക്ക എന്ന സാമ്പത്തിക വൻശക്തിയുടെ വാക്കുകൾക്ക് പഴയ വിലയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നത്. ട്രംപിന്റെ കടുംപിടുത്തം അമേരിക്കയെ ഒറ്റപ്പെടുത്തുമോ? ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയുമായും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായും കൂടുതൽ അടുക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്കറിയാം.
ലോകം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഓരോ തകർച്ചയ്ക്കും ശേഷം പുതിയൊരു പുനർനിർമ്മാണം ഉണ്ടാകുമെന്നതാണ് ചരിത്രം. പഴയ നിയമങ്ങളും സഖ്യങ്ങളും മാറുന്നത് പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയമായി നമുക്ക് കാണാം. വൻ ശക്തികളുടെ പിടിവാശികൾക്കിടയിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നത് ആശ്വാസകരമാണ്. സമാധാനത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. ഈ അധികാര വടംവലികൾക്കപ്പുറം സാങ്കേതികവിദ്യയും നയതന്ത്രവും മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ഉപയോഗിക്കപ്പെടുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.